എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിൻസ്, ഡൊമിനിക്, ഗെറ്റ്സ് ബേബി, ജിംഖാന തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തങ്കമണിക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസത്തിൽ തങ്കമണി സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദൃശിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക്കൽ ആക്ഷൻ മൂവിയാണിത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ സ്വന്തമാക്കിയത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസത്തിലായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത് സാറേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകന സിനിമയാണ് കപ്പ്. നമിത പ്രമോദ്, ബേസിൽ, അനിക തുടങ്ങി വലിയ താരത്തിന് തന്നെ കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ സിനിമയായിരുന്നു കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈൻ അപ്ലൈ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയായിരിക്കും കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ലാൽ, അനൂപ് മേനോനാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സ്വന്തമാക്കിയത്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ വീക്കിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ലുക്മാൻ, സണ്ണി വെയിൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസമാണ് പെരുമാനി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 രാമചന്ദ്ര ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സ്വന്തമാക്കിയത്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസത്തിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ സിനിമയാണ് സർക്കിട്ട്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നാലും സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതൊരു ചെറിയ സിനിമയാണ്. ഒരു കുട്ടിയുടെ കഥയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് സർക്കിറ്റിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ കാണാത്തവർക്ക് സർക്കിറ്റ് ഇനി OTTയിൽ കാണാൻ സാധിക്കുന്നതാണ്. ജൂൺ മാസത്തിലാണ് സർക്കിറ്റിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ദിലീപ് സിനിമയ്ക്ക് ഇതുപോലെ പോസിറ്റീവ് കിട്ടുന്നത്. നല്ലൊരു റൊമാൻറ്റിക്കൽ കോമഡി മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, ദിലീപ്, ജോണി ആന്റണി തുടങ്ങി ഒരുപാട് പേര് പ്രിൻസ് ഫാമിലിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ജൂൺ മാസത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ്സ് ബേബി റിലീസായിട്ട് മാസങ്ങളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ഗെറ്റ്സ് ബേബി. നല്ലൊരു ഫാമിലി മൂവിയാണ് ഗെറ്റ്സ് ബേബി. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഗെറ്റ്സ് ബേബിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ ലേറ്റ് ആവുന്നത്. ഇപ്പോൾ ഇതാ ഗെറ്റ്സ് ബേബി റിലീസിനെത്തുകയാണ്. ജൂൺ മാസത്തിലായിരിക്കും ഗെറ്റ്സ് ബേബിയുടെ OTT റിലീസ്. കൂടുതലും ഈ വീക്ക് തന്നെ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഇതുവരെ ഡൊമിനിക്കിൻ്റെ OTT വന്നിട്ടില്ല. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഗൗതം വാസ്തവാണ് ഡൊമിനിക് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. കൂടുതലും ഈ വീക്കായിരിക്കും ഡൊമിനിക് വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിൻ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ജിംഖാന. നല്ല അഭിപ്രായമാണ് ആലപ്പുഴ ജിംഖാന സ്വന്തമാക്കിയത്. ഒരുപാട് പേര് ജിംഖാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു ബോക്സിങ്ങിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ജിംഖാനയിൽ ഒരുപാട് കോമഡിയും റൊമാൻസും ഉണ്ട്. ലുക്മാൻ അടക്കം ഒരുപാട് താരനിര ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സോണി ലിവാണ് ആലപ്പുഴ ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. സോണി ലീവിൽ ജൂൺ മാസം 5
ആണ് ആലപ്പുഴ ജിംഖാനയുടെ OTT റിലീസ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.